we shall discuss about particular type of capacitors usually using in our circuits. I told you we are using these capacitors in order to store charge and in different alternating current AC circuits also, right? നമ്മൾ ഈ എ സി സർക്യൂട്ട്സിലും നമ്മുടെ ഡിവൈസസിലെല്ലാം യൂസ് ചെയ്യുന്ന ഒരു പെർട്ടിക്കുലർ ടൈപ്പ് ഓഫ് യൂഷ്വലി അതാണ് നമ്മുടെ ഒരു കപ്പാസിറ്റർ കോൺഫിഗറേഷനിൽ കണ്ടുവരുന്നത്. ഇറ്റ് ഈസ് പാരലൽ പ്ലേറ്റ് കപ്പാസിറ്റർ. പാരലൽ പ്ലേറ്റ് കപ്പാസിറ്റർ. ഐ ടോൾഡ് യു കപ്പാസിറ്ററിൽ രണ്ട് കണ്ടക്ടർ ഉണ്ടാവും, കണ്ടക്ടേഴ്സിന് ചാർജ് ഉണ്ടാവും. അത്തരത്തിലുള്ള അറേഞ്ച്മെന്റ് ആണ് കപ്പാസിറ്റർ എന്ന് പറയുന്നത്. ഇനി പാരലൽ പ്ലേറ്റ് കപ്പാസിറ്റർ മീൻസ് ആ രണ്ട് കണ്ടക്ടേഴ്സും പ്ലെയിൻ ആയിട്ടുള്ള പാരലൽ ഷീറ്റ്സ് ആയിരിക്കും. അങ്ങനെ കണ്ടക്ടേഴ്സ്, അതായത് കണ്ടക്ടർ 1 കണ്ടക്ടർ 2 പ്ലെയിൻ ആയിട്ടുള്ള ഷീറ്റ് ആണെങ്കിൽ അതിന് നമ്മൾ പറയും പാരലൽ പ്ലേറ്റ് കപ്പാസിറ്റർ. സോ പാരലൽ പ്ലേറ്റ് കപ്പാസിറ്റർ കൺസിസ്റ്റ് ഓഫ് 2 ലാർജ് പ്ലെയിൻ പാരലൽ കണ്ടക്ടിംഗ് പ്ലേറ്റ്സ് separated by a small distance. 2 large plain parallel plates. Comparatively larger ആയിട്ടുള്ള, larger means area is much larger. Larger ആയിട്ടുള്ള plain parallel conducting sheets ആയിരിക്കും. Then അവ തമ്മിലുള്ള distance of separation വളരെ small ആയിരിക്കും as shown. 2 plain parallel conducting plates. രണ്ട് പ്ലേറ്റുകൾ ഇങ്ങനെ കാണിച്ചിരിക്കുന്നു, plate 1 and plate 2. See, they are having positive and negative charge respectively. I told you plus Q minus Q charge ആയിരിക്കും ഉണ്ടാവുക. ഇനി ഇത്തരത്തിലൊരു സ്മോളർ ഡിസ്റ്റൻസ് ഓഫ് സെപ്പറേഷനിലായിരിക്കും അറേഞ്ച് ചെയ്യുക. ലാർജ് പ്ലെയിൻ പാരലൽ പ്ലേറ്റ്സ് മീൻസ് ദെയർ ഏരിയ ഓഫ് ദി പ്ലേറ്റ് ഈസ് മച്ച് ലാർജർ ദാൻ ദാറ്റ് ഡിസ്റ്റൻസ് ഓഫ് സെപ്പറേഷൻ. നമ്മളെല്ലാം ഇപ്പോഴും ഡിസ്റ്റൻസ് ഓഫ് സെപ്പറേഷൻ സ്മോൾ ആക്കിയും ആ ഒരു ഏരിയ ലാർജർ ആക്കിയായിരിക്കും കൺസിഡർ ചെയ്യുക. സോ ഇൻ ദിസ് വേ പാരലൽ പ്ലേറ്റ് കപ്പാസിറ്റർ കൺസിസ്റ്റ് ഓഫ് 2 പ്ലെയിൻ പാരലൽ കണ്ടക്ടിംഗ് പ്ലേറ്റ്സ് separated by a small distance, and usually the intervening medium will be vacuum. നമ്മൾ ഡിസ്കഷനിലെല്ലാം വരുമ്പോൾ മീൻസ് ബിഗിനിങ്ങിൽ ഒരു ബേസിക് ഡിസ്കഷൻ ആണ് ചെയ്യുന്നത്. അവിടെ ഇന്റർവീനിങ് മീഡിയം, ദ മീഡിയം ബിറ്റ്വീൻ ദ പ്ലേറ്റ്സ് വിൽ ബി വാക്വം. പിന്നീട് നമുക്കൊരു ഡൈഇലക്ട്രിക് മീഡിയത്തെ കൊണ്ടുവന്ന് അതിൻ്റെ എഫക്ട്സിനെ കുറിച്ച് അനലൈസ് ചെയ്യാം. സോ ഹിയർ ദ ഇന്റർവീനിങ് മീഡിയം ഈസ് വാക്വം. And let A be the area of the plates and D be the distance of separation. That distance of separation is very much smaller than area, that is D square is much small than area. Then plus Q and minus Q be the charges. ഇനി പ്ലെയിൻ ഷീറ്റ്സ് വരുമ്പോൾ നമ്മൾ നമ്മുടെ ഇലക്ട്രിക് ചാർജ് ആൻഡ് ഫീൽഡിൽ കണ്ടു. കണ്ടിന്യൂസ് ചാർജ് ഡിസ്ട്രിബ്യൂഷൻ വരുമ്പോൾ നമ്മൾ അവിടെ ഇൻസ്റ്റെഡ് ഓഫ് ചാർജ് കുറച്ചും കൂടെ യുണീക്ക് ആയിട്ടുള്ള ഒരു ക്യാരക്ടറിസ്റ്റിക്സ് യൂസ് ചെയ്യും. എന്താ അത്? സർഫസ് ചാർജ് ഡെൻസിറ്റി. ലെറ്റ് സിഗ്മ ബി ദ സർഫസ് ചാർജ് ഡെൻസിറ്റി ഓഫ് ഈച്ച് ഓഫ് ദ പ്ലേറ്റ്സ്. സിഗ്മ ഇസ് ഈക്വൽ ടു Q by A. സിഗ്മ ഇസ് ഈക്വൽ ടു Q by A. ഇപ്പോൾ ഫസ്റ്റ് പ്ലേറ്റ് ആണെങ്കിൽ പ്ലസ് സിഗ്മയും, രണ്ടാമത്തെ പ്ലേറ്റ് നെഗറ്റീവ് ചാർജുള്ള പ്ലേറ്റ് ആണെങ്കിൽ മൈനസ് സിഗ്മയും വരും. ഇതാണ് പാരലൽ പ്ലേറ്റ് കപ്പാസിറ്ററിന്റെ ഒരു ബേസിക് ആയിട്ടുള്ള അറേഞ്ച്മെന്റ്. നൗ സീ we are going to find out the capacitance of this parallel plate capacitor. ഇനി നമുക്ക് നോക്കാം what about its capacitance. So capacitance of a parallel plate capacitor. How we will find out the capacitance means the basic equation, that is Q by B we will be using. For that നമുക്ക് പ്ലേറ്റ്സ് അല്ലെങ്കിൽ ഇൻഫിനിറ്റ്ലി തിന്നായിട്ടുള്ള പ്ലെയിൻ ഷീറ്റിന്റെ അറിയാവുന്ന ഒരു ക്യാരക്ടറിസ്റ്റിക്, അറിയാവുന്ന ഒരു ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് അതിന്റെ ഇലക്ട്രിക് ഫീൽഡിനെ കുറിച്ചാണ്. ഇലക്ട്രിക് ഫീൽഡ് നമ്മൾ പ്രീവിയസ് ചാപ്റ്ററിൽ പഠിച്ചു. സോ ഇവിടെ ഈ രണ്ട് പ്ലേറ്റിലും ചാർജ് അക്യൂമുലേറ്റ് ചെയ്തിട്ടുണ്ട്, ചാർജ് സ്റ്റോർ ചെയ്തിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇതിന്റെ ഇലക്ട്രിക് ഫീൽഡ് കണ്ടുപിടിക്കുന്നു. അതിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാം? കപ്പാസിറ്റൻസിലേക്ക് പോകാം. സോ ഫോർ ഗെറ്റിംഗ് ദി ഇലക്ട്രിക് ഫീൽഡ് ഇവിടെ എത്ര റീജിയൻസ് ഉണ്ടെന്ന് നോക്കും. ഈ രണ്ട് പ്ലേറ്റും പ്ലേസ് ചെയ്യുമ്പോൾ നമുക്ക് ഇവിടെ 3 റീജിയൻസ് ക്രിയേറ്റ് ചെയ്യപ്പെട്ടു. റീജിയൻ 1 എബവ് ദ പോസിറ്റീവ് പ്ലേറ്റ്, റീജിയൻ 2 ബിലോ ദ നെഗറ്റീവ് പ്ലേറ്റ്, റീജിയൻ 3 ഇൻ ബിറ്റ്വീൻ ദ 2 പ്ലേറ്റ്സ്. അപ്പോൾ റീജിയൻ 1 എന്ന് പറയുന്ന പോസിറ്റീവ് പ്ലേറ്റിന് എബവ് ഇങ്ങനെ അറേഞ്ച് ചെയ്തിരിക്കുന്നതുകൊണ്ട് നമ്മൾ എബവ് ബിലോ എന്ന് നൊട്ടേറ്റ് ചെയ്ത് പറയാം. സോ റീജിയൻ 1 എബവ് ദ പോസിറ്റീവ് പ്ലേറ്റ്, റീജിയൻ 2 ബിലോ ദ നെഗറ്റീവ് പ്ലേറ്റ്, റീജിയൻ 3 എന്ന് പറയുന്നത് ഇൻ ബിറ്റ്വീൻ ദ പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് പ്ലേറ്റ് ആണ്. ഈ 3 റീജിയനിലെയും ഇലക്ട്രിക് ഫീൽഡ് നമുക്കൊന്ന് നോക്കാം. ഓക്കെ, സോ ഫോർ റീജിയൻ 1 ഇനി നമുക്കറിയാം ഇൻഫിനിറ്റ്ലി പ്ലെയിൻ ഷീറ്റ്, ചാർജിന് ഇൻഫിനിറ്റ് പ്ലെയിൻ ഷീറ്റിന്റെ ഇലക്ട്രിക് ഫീൽഡിന്റെ എക്സ്പ്രഷൻ എന്താ നമ്മൾ പഠിച്ചു? യെസ്, E is equal to സിഗ്മ by 2 epsilon naught into n cap. അവിടെ ഡയറക്ഷൻ എടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് n cap. ഹിയർ വി ആർ ടേക്കിംഗ് ഓൺലി ദ മാഗ്നിറ്റ്യൂഡ്. E is equal to സിഗ്മ by 2 epsilon 0. പോസിറ്റീവ് ചാർജ് ആണെങ്കിൽ പ്ലസ് സിഗ്മ by 2 epsilon 0, നെഗറ്റീവ് ആണെങ്കിൽ മൈനസ് സിഗ്മ by 2 epsilon 0.
അത് നമുക്കറിയാം, നമ്മുടെ പ്രീവിയസ് ചാപ്റ്റർ എന്നുള്ള ഇൻഫോർമേഷൻ ആണ്, പ്രീവിയസ് നോളജ് വി ഹാവ് അബൌട്ട് ദി ഇലക്ട്രിക് ഫീൽഡ്. സോ ഇൻ ദ റീജിയൻ 1 ഇലക്ട്രിക് ഫീൽഡ് നോക്കിയേ. റീജിയൻ 1 പോസിറ്റീവ് പ്ലേറ്റ് കാരണമുള്ള ഇലക്ട്രിക് ഫീൽഡും ഉണ്ട്, നെഗറ്റീവ് പ്ലേറ്റ് കാരണമുള്ള ഇലക്ട്രിക് ഫീൽഡും ഉണ്ട് അല്ലേ. അപ്പൊ റീജിയൻ 1 നമുക്ക് പറയാം ടോട്ടൽ ഇലക്ട്രിക് ഫീൽഡ് ഈസ് σ/2 എപ്സിലോൺ നോട്ട് പ്ലസ് മൈനസ് σ/2 എപ്സിലോൺ നോട്ട്. σ/2 epsilon naught due to positive plate minus σ/2 epsilon naught due to negative plate. ഇനി നമുക്കറിയാം ഇൻഫിനിറ്റ്ലി ചാർജ്ഡ് പ്ലെയിൻ ഷീറ്റ്സിന് ഡിസ്റ്റൻസ് ഒരു ഫാക്ടർ അല്ല, ഡിസ്റ്റൻസിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല, അതിൻ്റെ ചുറ്റിലും എല്ലായിടത്തും ഒരു യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ് ആണുള്ളത് ഇഫ് സിഗ്മ ഈസ് കോൺസ്റ്റന്റ് അല്ലേ. സോ σ/2 epsilon naught തന്നെയാണ് രണ്ട് പ്ലേറ്റിൻ്റെയും, ഒന്ന് പോസിറ്റീവ് ഒന്ന് നെഗറ്റീവും ആവും. അങ്ങനെ വരുമ്പോൾ ദ ടോട്ടൽ ഇലക്ട്രിക് ഫീൽഡ് ഇൻ റീജിയൻ 1 σ/2 epsilon naught minus σ/2 epsilon naught which is equal to 0. So in region 1 electric field is 0. Now coming to region 2, there also region 2 below the negative plate, there also electric field is due to both the plates. There is an electric field of positive plate and the electric field of negative plate. That also σ/2 epsilon naught minus σ/2 epsilon naught, there also distance is not a factor, and due to the positive plate σ/2 epsilon naught, due to the negative plate minus σ/2 epsilon naught, so it becomes 0. Now see, above and below that parallel plates the electric field is 0. Region 1 and region 2 we find out the electric field becomes 0. Now what about region 3, between the positive plate and negative plate? They are positive plate ilnalla electric field, the electric field due to positive plate is σ/2 epsilon naught. Electric field due to negative plate any point എടുത്താലും σ/2 epsilon naught. രണ്ടിൻ്റെയും ഡിറക്ഷൻ എങ്ങടേക്കാ? സെയിം ഡിറക്ഷൻ ആണ്, റൈറ്റ്? സോ ദേ വിൽ ഗെറ്റ് ആഡഡ്. നോക്കിയേ, പോസിറ്റീവ് പ്ലേറ്റ് കാരണമുള്ളത് ഡൗൺവേർഡ്, നെഗറ്റീവ് പ്ലേറ്റ് കാരണവും ഡൗൺവേർഡ്. ഇലക്ട്രിക് ഫീൽഡ് എങ്ങനെയാ? പോസിറ്റീവിൽ നിന്നും ഒറിജിനേറ്റ് ചെയ്യും, നെഗറ്റീവിലേക്ക് എൻഡ് ചെയ്യും ആണല്ലോ. സോ പോസിറ്റീവ് പ്ലേറ്റിൻ്റെതും ഡൗൺവേർഡ് ആണ്, നെഗറ്റീവ് പ്ലേറ്റിൻ്റെതും ഡൗൺവേർഡ് ആണ്. നമുക്ക് എങ്ങനെ എഴുതാം? σ/2 epsilon naught പ്ലസ് σ/2 epsilon naught ഈക്വൽ ടു 2 σ/2 epsilon naught equal to σ/epsilon naught. So there exists a uniform electric field between the plates, right? ആ രണ്ട് പ്ലേറ്റിനിടയിൽ ഉള്ള ആ ഒരു ഇന്റർവീനിങ് മീഡിയം വാക്വത്തിൽ എന്ത് എക്സിസ്റ്റ് ചെയ്യുന്നു? there exists a uniform electric field and its value is σ/epsilon naught. അങ്ങനെ നമുക്ക് കുറച്ചുകൂടെ അറേഞ്ച് ചെയ്ത് എഴുതിയാൽ we know sigma is equal to q/a. So that value for sigma if we are giving, it becomes is equal to q/a epsilon naught. So we obtained a uniform electric field between the plates of the parallel plate capacitor. Above and below there is no field. Field is confined between the plates and it is uniform. So here in such an arrangement, such type of arrangements of two parallel plane conducting sheets, there exists an electric field which is equal to q/a epsilon naught, where q is the charge, a is the area of the plate and epsilon naught is permittivity of vacuum, which is q/a epsilon naught. അങ്ങനെ ഒരു യൂണിഫോം ഫീൽഡ് അവിടെ എക്സിസ്റ്റ് ചെയ്യും. ഇനി നമുക്കറിയാം പോസിറ്റീവിൽ നിന്ന് നെഗറ്റീവിലേക്കാണ് ഫീൽഡ് എപ്പോഴും ഒരു പോയിന്റ് ചാർജിൽ നിന്ന് റേഡിയലി ഔട്ട്വേർഡ് ആയിരിക്കും. സോ അറ്റ് ദ എഡ്ജസ്, നമ്മുടെ ഈ പ്ലേറ്റിൻ്റെ അറേഞ്ച്മെൻറ്റിലെ എഡ്ജസിൽ ദ ഫീൽഡ് ലൈൻസ് വിൽ ബി ബെൻഡ് ഔട്ട്വേർഡ്. ആ എഫക്റ്റിനൊരു പ്രത്യേക പേര് പറയും ഫ്രിഞ്ചിങ് ഓഫ് ഫീൽഡ്. ഇത്തരത്തിലൊരു ചെറിയ ബെൻഡിങ് വരും ആ എഡ്ജസിൽ. നമ്മൾ ഫ്രിഞ്ചിങ് ഫീൽഡ് ജസ്റ്റ് ആ ഫിനോമിനൻ ഒന്ന് അറിഞ്ഞിരിക്കാൻ വേണ്ടി പറഞ്ഞേ ഉള്ളൂ. സോ ദ ബെൻഡിങ് ഓഫ് ദ ഫീൽഡ് ലൈൻസ് അറ്റ് ദ എഡ്ജസ് ഓഫ് കപ്പാസിറ്റർ പ്ലേറ്റ്സ് ആസ് ഷോൺ, ഇറ്റ് ഈസ് കാൾഡ് ഫ്രിഞ്ചിങ് ഓഫ് ഫീൽഡ്. ഇതിനെ എന്ത് പറയും? ഫ്രിഞ്ചിങ് ഓഫ് ഫീൽഡ് എന്ന് പറയും. സോ അതാണ് നമ്മളിവിടെ ഫീൽഡിൻ്റെ ഒരു പ്രത്യേകതയായിട്ട് പറയുന്നത്. യൂണിഫോം ഫീൽഡ് ആയിരിക്കും, ചെറിയൊരു ഫ്രിഞ്ചിങ് എഫക്റ്റും ഉണ്ടാവും. സോ നമുക്ക് എന്ത് കിട്ടി? ഇലക്ട്രിക് ഫീൽഡ് കിട്ടി. ഇലക്ട്രിക് ഫീൽഡ് ഈസ് q/a epsilon naught. Now see, between the plates, that plate separation is d. D എന്ന് പറയുന്ന പ്ലേറ്റ് സെപ്പറേഷൻ, യൂണിഫോം ഫീൽഡ് E ഉണ്ട്. അങ്ങനെയാണെങ്കിൽ വാട്ട് ഈസ് ദ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ബിറ്റ്വീൻ ദ പ്ലേറ്റ്സ്? സി, ഇഫ് ദ ഫീൽഡ് ഈസ് യൂണിഫോം which is between a distance or which is between two points at a distance d, രണ്ട് പ്ലേറ്റുകൾക്കിടയിൽ രണ്ട് പോയിന്റുകൾക്കിടയിൽ ഒരു യൂണിഫോം ഫീൽഡ് ഉണ്ട്. ആ ഡിസ്റ്റൻസ് d ആണെങ്കിൽ അവയ്ക്കിടയിലുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് എങ്ങനെയായി എഴുതാം നമുക്ക്? എസ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. പൊട്ടൻഷ്യൽ ഡിഫറൻസ് V is equal to E into d. The potential difference V is equal to E into d. That is q/a epsilon naught into d. ഇപ്പോൾ പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്ത് കിട്ടി? q/a epsilon naught into d. അതാണ് V.
Now the capacitance C is equal to the basic equation of capacitance we have C is equal to Q by V. So C is equal to Q by V, that is Q by, instead of V we can give QD by A epsilon naught. Q by QD by A epsilon naught. Q cancelled, A epsilon naught comes to the numerator. So capacitance C is equal to epsilon naught A by D. This is very important expression for the capacitance of a parallel plate capacitor, which is given as epsilon naught A by D. So epsilon naught A by D. നോക്കിയേ, നമ്മുടെ ഇന്റർവീനിങ് മീഡിയത്തിന്റെ പെർമിറ്റിവിറ്റി മാത്രമാണ് അവിടെ റോളിൽ വരുന്നത് അല്ലേ. അപ്പോൾ എപ്സിലോൺ നോട്ട് എന്ന് പറയുന്ന പെർമിറ്റിവിറ്റി ഉള്ള മീഡിയമാണ് പ്ലേറ്റുകൾക്കിടയിൽ വരുന്നത്. എ ആണ് പ്ലേറ്റിന്റെ ഏരിയ, ഡി ആണ് സെപ്പറേഷൻ എങ്കിൽ അതിന്റെ കപ്പാസിറ്റൻസ് എന്താണ്? എപ്സിലോൺ നോട്ട് എ ബൈ ഡി. സോ നമ്മളിവിടെ കപ്പാസിറ്റൻസ് ഫോർ പാരലൽ പ്ലേറ്റ് കപ്പാസിറ്റർ ഡിറൈവ് ചെയ്തു. ഇവിടെ എ 1 മീറ്റർ സ്ക്വയറും ഡി 1 മില്ലിമീറ്ററും എപ്സിലോൺ നോട്ട് 8.85 × 10⁻12 ഇട്ട് കാൽക്കുലേറ്റ് ചെയ്താൽ തന്നെ നമുക്ക് സി ഈസ് ഈക്വൽ ടു 8.85 × 10⁻9 ഫാരഡ്. അപ്പോൾ തന്നെ കിട്ടിയിരിക്കുന്ന വാല്യൂ ഉണ്ട്, വളരെ ചെറുതാണ്. 10⁻9 ഫാരഡ് എന്ന് പറയുന്നത് ഇൻ ഓഫ് ദ ഓർഡർ ഓഫ് നാനോ ഫാരഡ്. നാനോ ഫാരഡിൻ്റെ ഓർഡറിലാണ് കപ്പാസിറ്റർ വരുന്നത്. അപ്പോൾ നമ്മൾ ഇപ്പോൾ മീറ്റർ അല്ലെങ്കിൽ വലിയ ലാർജർ വാല്യൂസ് കൊടുത്തു കഴിഞ്ഞാൽ എന്ത് വരും? നമുക്ക് കിട്ടുന്ന 1 ഫാരഡ് വരണമെങ്കിൽ അവിടെ വലിയ വാല്യൂസ് വരണം. 1 ഫാരഡ് കപ്പാസിറ്റർ വരണമെങ്കിൽ, കപ്പാസിറ്റൻസ് 1 ഫാരഡ് വരണമെങ്കിൽ നമ്മുടെ പ്ലേറ്റിൻ്റെ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ 10⁻9 മീറ്റർ സ്ക്വയർ വരണം. 1 ഫാരഡ് കപ്പാസിറ്റൻസ് വരണമെങ്കിൽ പ്ലേറ്റ്സിൻ്റെ ഏരിയ 10⁻9 എന്ന് വെച്ചാൽ പ്ലേറ്റിൻ്റെ ലെങ്ത് 30 കിലോമീറ്ററും ബ്രെഡ്ത്ത് 30 കിലോമീറ്ററും ആവണം. അത്രയും ലാർജർ ഒരു പ്ലേറ്റ് വന്നാലേ കപ്പാസിറ്റൻസ് 1 ഫാരഡ് ആവും. ഞാൻ ബിഗിനിങ്ങിൽ പറഞ്ഞു ഫാരഡ് എന്ന് പറയുന്ന ഒരു ലാർജർ യൂണിറ്റ് ആണ്, അതിൻ്റെ ഒരു ഇല്ലസ്ട്രേഷനാണ് ഇവിടെ പറഞ്ഞത്. നമ്മളിപ്പോൾ എക്ക് 1 മീറ്ററും ഡിക്ക് 1 മില്ലിമീറ്ററും എടുത്തപ്പോൾ തന്നെ നമുക്ക് കിട്ടിയ നാനോ ഫാരഡ് ടേംസിലാണ്. സോ ഇപ്പോൾ കപ്പാസിറ്റൻസ് 1 ഫാരഡ് വരണമെങ്കിൽ നമ്മൾ എ കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ 10⁻9 മീറ്റർ എന്ന് വരും. എന്ന് വെച്ചാൽ ആ പ്ലേറ്റിൻ്റെ ലെങ്ത് 30 കിലോമീറ്റർ, ബ്രെഡ്ത്ത് 30 കിലോമീറ്റർ. അത്രയും വലിയൊരു പ്ലേറ്റ് വെച്ചാലേ ദാറ്റ് മച്ച് ബിഗ് പ്ലേറ്റ് ഈസ് നീഡഡ് ടു ഗെറ്റ് എ കപ്പാസിറ്റൻസ് ഓഫ് 1 ഫാരഡ്. അതുകൊണ്ട് യൂഷ്വലി നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന കപ്പാസിറ്റൻസ് എല്ലാം ഇൻ ടേംസ് ഓഫ് ഇറ്റ്സ് സ്മോളർ യൂണിറ്റ്സ് ആയിരിക്കും. എങ്ങനെ? നാനോ ഫാരഡ് അല്ലെങ്കിൽ മൈക്രോ ഫാരഡ്, ആ ഓർഡറിലുള്ള യൂണിറ്റ്സ് ആയിരിക്കും നമ്മൾ ഡിസ്കസ് ചെയ്യുക. സോ for a parallel plate capacitor, the capacitance is given as epsilon naught A by D. epsilon naught A by D. ഇനി നമ്മൾ കൂടുതലായും കണ്ടുവരുന്നത് നമ്മുടെ കമ്പോണൻസ് എല്ലാം സർക്യൂട്ടിലെല്ലാം യൂസ് ചെയ്യുന്ന കപ്പാസിറ്റർ, അല്ലെങ്കിൽ നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യാൻ പോകുന്ന AC സർക്യൂട്ട്സിലെല്ലാം യൂസ് ചെയ്യുന്ന കപ്പാസിറ്റേഴ്സ് എന്തായിരിക്കും? ഈ തരത്തിൽ പാരലൽ പ്ലേറ്റ് കപ്പാസിറ്റർ ആയിരിക്കും. സോ ദിസ് ഫോർമുല ഈസ് വെരി വെരി ബേസിക്. നോക്കിയേ, ദ വാല്യൂ ഓഫ് കപ്പാസിറ്റൻസ് ഡിപ്പെൻഡ്സ് ഓൺ ദ ഇന്റർവീനിങ് മീഡിയം, ഏരിയ ഓഫ് ദ പ്ലേറ്റ്സ് ആൻഡ് ഡിസ്റ്റൻസ് ഓഫ് സെപ്പറേഷൻ. ഞാൻ ബിഗിനിങ്ങിൽ പറഞ്ഞു എന്താണ്, ക്യൂയെയും വിയെയും അല്ല നമ്മുടെ കപ്പാസിറ്റൻസ് ഡിപ്പെൻഡ് ചെയ്യുക, പിന്നെ ജോമെട്രിക്കൽ പാരാമീറ്റേഴ്സിനെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നതെന്ന് പറഞ്ഞു. സോ ഹിയർ ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ഏരിയ ഓഫ് ദ പ്ലേറ്റ്, ഡിസ്റ്റൻസ് ഓഫ് സെപ്പറേഷൻ ആൻഡ് ദി permittivity of the intervening medium. So that's about parallel plate capacitor and its capacitance. Clear? Hi all, continuing the discussion on capacitors and capacitance. So we discussed about capacitors, endana capacitors ennu kandu. Then we come to the discussion of parallel plate capacitor. Parallel plate rendu parallel plates conductors aayittulla capacitors ne kurichum adinte capacitance inde general formulaayum nammal derive cheyidu. Okay, now let us move into the another important section related to the capacitors. See, when we discussed this parallel plate capacitor, I told you the gap between the plate do not contains any medium. We took the case when the gap is empty, or there we consider vacuum or free space. Between the plates there is vacuum or free space. അത്തരത്തിലൊരു കൺസിഡറേഷനിലാണ് നമ്മൾ പാരലൽ പ്ലേറ്റ് കപ്പാസിറ്ററിൻ്റെ കപ്പാസിറ്റൻസ് ഡിറൈവ് ചെയ്തത്. Now let us place a dielectric medium there. ഇനി നമുക്ക് ആ പ്ലേറ്റുകൾക്കിടയിൽ ഒരു മീഡിയം വന്നാൽ how do the value of capacitance will change? അതായത് നമ്മുടെ പാരലൽ പ്ലേറ്റ് കപ്പാസിറ്റർ, യൂഷ്വലി കപ്പാസിറ്റേഴ്സിൻ്റെ എല്ലാം ആ പ്ലേറ്റുകൾക്കിടയിൽ വി വിൽ ഇൻസേർട്ട് സം മദർ മീഡിയം അതർ ദാൻ വാക്യൂം ഓർ ഫ്രീ സ്പേസ്. വെറുതെ ഇട്ടിരിക്കാണ്ട്, എം ടി ആക്കി കീപ്പ് ചെയ്യാണ്ട് ഏതെങ്കിലും ഒരു ഡയലക്ട്രിക് മീഡിയം നമ്മൾ എന്ത് ചെയ്യും? ഈ പ്ലേറ്റുകൾക്കിടയിൽ പ്ലേസ് ചെയ്യാറുണ്ട്. സോ ഹിയർ വി ആർ കമ്മിങ് ടു ദി ഇഫക്റ്റ് ഓഫ് ഡയലക്ട്രിക് ഓൺ capacitance. How a dielectric can change
the capacitance of a parallel plate capacitor, that is the effect of dielectric on a capacitance, means between the plates of the capacitor. അതാണ് ഉദ്ദേശിക്കുന്നത്. I told you നമ്മൾ എല്ലാ ഡിസ്കഷൻസിനായിട്ട് യൂസ് ചെയ്യുന്നത് പാരലൽ പ്ലേറ്റ് കപ്പാസിറ്റർ ആയിരിക്കും. ഒരു ടിപ്പിക്കൽ കപ്പാസിറ്റർ എന്ന് പറയുന്നത് എപ്പോഴും പാരലൽ പ്ലേറ്റ് കപ്പാസിറ്റർ ആയിരിക്കും. ആ കണ്ടക്ടേഴ്സ് എപ്പോഴും ഇൻഫിനിറ്റ്ലി തിൻ ആയിട്ടുള്ള കണ്ടക്ടിങ് ഷീറ്റ്സ്, പാരലൽ കണ്ടക്ടിങ് ഷീറ്റ്സ് ആയിരിക്കും, പ്ലേറ്റ്സ് ആയിരിക്കും വരുന്നത്. സോ അതുകൊണ്ട് യൂഷ്വലി നമ്മൾ പാരലൽ പ്ലേറ്റ് കപ്പാസിറ്റർ തന്നെയാണ് എല്ലാ ഡിസ്കഷനിലും കൊണ്ടുവരുന്നത്. സോ ഹിയർ ഹൗ ഡു എ ഡയലക്ട്രിക് ഇൻട്രൊഡ്യൂസ്ഡ് ബിറ്റ്വീൻ ദ പ്ലേറ്റ്സ് of the capacitor can change its capacitance. We know how a dielectric will behave in external electric field. അത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് കണ്ടു. പോളാർ ആൻഡ് നോൺ പോളാർ ഡയലക്ട്രിക്, both of them will develop a dipole moment when placed in an external electric field. രണ്ടും എന്ത് ചെയ്യും, ഒരു എക്സ്റ്റേണൽ ഇലക്ട്രിക് ഫീൽഡിൽ വെച്ചാൽ ഒരു ഡൈപോൾ മൊമെന്റ് ഡെവലപ്പ് ചെയ്യുമെന്ന് പറഞ്ഞു. സോ when a dielectric is placed in an external electric field as a shown, it develops a surface charge density. We know that there develops a surface charge density. സർഫസിൽ എന്ത് ചെയ്യുന്നു, ഒരു പർട്ടിക്കുലർ സർഫസ് ചാർജ് ഡെൻസിറ്റി പ്ലസ് സിഗ്മ പി ആൻഡ് മൈനസ് സിഗ്മ പി ഡെവലപ്പ് ചെയ്യപ്പെടും. ആൻഡ് വോളിയം ചാർജ് ഡെൻസിറ്റി ഇല്ല, ഇൻസൈഡ് ദ ബൾക്ക് നമുക്കൊരു നെറ്റ് ഡൈപോൾ മൊമെന്റ് ഉണ്ടാവില്ല, കാരണം പോസിറ്റീവും നെഗറ്റീവും അടുത്തടുത്തായതുകൊണ്ട് അവയുടെ നെറ്റ് ഡൈപോൾ മൊമെന്റ് പോകും. ബട്ട് ആ സർഫസിൽ കണ്ടോ ഒരു സൈഡിൽ പോസിറ്റീവ് ഒരു സൈഡിൽ നെഗറ്റീവും വരുന്നതിനാൽ ഇറ്റ് ക്രിയേറ്റ്സ് എ നെറ്റ് സർഫസ് ചാർജ് ഡെൻസിറ്റി ഓൺ ദി സർഫൈസ്. അപ്പോൾ ഒരു ഡയലക്ട്രിക്കിൻ്റെ രണ്ട് സർഫസിൽ ഒരു നെറ്റ് സർഫസ് ചാർജ് ഡെൻസിറ്റി ഡെവലപ്പ് ചെയ്യും. നമുക്കറിയാം ആ സർഫസ് ചാർജ് ഡെൻസിറ്റി ഈസ് ഡ്യൂ ടു ദാറ്റ് ബൗണ്ട് ചാർജ്. അവിടെ സർഫസ് ചാർജ് ഡെൻസിറ്റി പ്രൊവൈഡ് ചെയ്യുന്നത് നമ്മുടെ കണ്ടക്ടേഴ്സിലെ പോലെ ഫ്രീ ചാർജ് കാരിയേഴ്സ് അല്ല, പിന്നെ ബൗണ്ട് ചാർജസ് ആണ്. ആ ബൗണ്ട് ചാർജസിൻ്റെ ആ ഡൈപോളിലെ രണ്ട് എൻഡിലും രണ്ട് സർഫസിലും ഡൈപോൾസിൻ്റെ ഓപ്പോസിറ്റ് പൊളാരിറ്റി വരുന്നത് കൊണ്ടാണ് അവിടെ ഒരു നെറ്റ് സർഫസ് ചാർജ് ഡെൻസിറ്റി ഡെവലപ്പ് ചെയ്യുന്നത്. സോ ദീസ് ഡയലക്ട്രിക്സ് വിൽ ഹാവ് സച്ച് എ സർഫസ് ചാർജ് ഡെൻസിറ്റി. അങ്ങനെ ഒരു സർഫസ് ചാർജ് ഡെൻസിറ്റി ഇവയ്ക്ക് ഉണ്ടാവും എക്സ്റ്റേണൽ ഫീൽഡിൽ വെക്കുമ്പോൾ. അപ്പോൾ എക്സ്റ്റേണൽ ഫീൽഡിൽ ഒരു ഡയലക്ട്രിക്കിനെ വെച്ചാൽ ഇത്തരത്തിലുള്ള സർഫസ് ചാർജ് ഡെൻസിറ്റി ഉണ്ടാവും. ഇനി നോക്കിയേ, വെൻ വി പ്ലേസ് സച്ച് എ ഡയലക്ട്രിക് ബിറ്റ്വീൻ ദ പ്ലേറ്റ്സ് ഓഫ് എ പാരലൽ പ്ലേറ്റ് കപ്പാസിറ്റർ, വാട്ട് ചേഞ്ച് വിൽ കം ടു ഇറ്റ്സ് കപ്പാസിറ്റൻസ്? സോ ഡയലക്ട്രിക് വിൽ ബിഹേവ് എൻറ്റയർലി ഡിഫറെൻറ്റ് ഇൻ ആൻ ഇലക്ട്രിക് ഫീൽഡ്. That dielectric we are inserting between the plates. See, those plates are having charge. Means now when the dielectric is between the plate, it is in an electric field, right? So that dielectric in an electric field will polarize, undergo polarization. It will be polarized. അപ്പോൾ അങ്ങനെ പോളറൈസ് ചെയ്യുമ്പോൾ അവിടെ ഒരു സർഫസ് ചാർജ് ഡെൻസിറ്റി ഉണ്ടാവുന്നു. ആ സർഫസ് ചാർജ് ഡെൻസിറ്റി എന്ത് ഡിഫറൻസ് ആണ് കപ്പാസിറ്റൻസിൽ കൊണ്ടുവരുന്നത് എന്നുള്ളതാണ് നമ്മൾ ഈ സെക്ഷനിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ ഹിയർ വി ആർ കൺസിഡറിങ് എ പാരലൽ പ്ലേറ്റ് കപ്പാസിറ്റർ and its behavior is modified, its capacitance is modified when dielectric is introduced. And our parallel plate capacitor has charges plus q and minus q. Let plus sigma and minus sigma be their surface charge densities, and let d be the distance between the plates and a be the area of the plate. Initially we will consider, as before we will consider there is vacuum. It is empty between the plates. പ്ലേറ്റുകൾക്കിടയിൽ വാക്വം അല്ലെങ്കിൽ ഫ്രീ സ്പേസ് ആണ്. Then we can write E naught. Let E naught be the electric field when a vacuum is there between the plate. പ്ലേറ്റിനിടയ്ക്ക് വാക്വം ആകുമ്പോൾ അവിടുത്തെ ഇലക്ട്രിക് ഫീൽഡ് E naught ആണെന്നിരിക്കട്ടെ. E naught is equal to sigma by epsilon naught. We already obtained the expression for the electric field if there is vacuum between the plates. That is E naught is equal to sigma by epsilon naught. Corresponding potential difference V naught is equal to E naught into D. We know that E naught in value കൊടുത്താൽ sigma d by epsilon naught എന്ന് എഴുതാം. Then corresponding capacitance also we obtained, that is Q by V naught which is equal to epsilon naught A by D. See, vacuum ആണ് between the plates എങ്കിൽ അവിടുത്തെ capacitance we will represent with C naught. നമ്മൾ ഡയലക്ട്രിക് ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോഴുള്ള പുതിയ കപ്പാസിറ്റൻസ് കണ്ടുപിടിക്കാൻ പോകുന്നത് കൊണ്ട് വാക്യൂം ആണെങ്കിലുള്ള കപ്പാസിറ്റൻസിനെ വി ക്യാൻ റെപ്രസെന്റ് വിത്ത് ദ സിമ്പിൾ C naught. Let C naught be the capacitance whenever there is vacuum between the plates of the capacitor of plate area A and distance of separation D is given as C naught is equal to epsilon naught A by D. Epsilon naught A by D. So that is E naught, V naught, C naught. These all represents whenever the gap is filled with vacuum, whenever the plates are separated by vacuum only. ആ ഗ്യാപ്പിൽ vacuum empty, free space ആണെങ്കിൽ, അതായത് nothing is there. അങ്ങനെ വരുമ്പോഴുള്ള values ആണ് C naught, V naught, E naught. Now we are going to insert a dielectric between the plates, and
here the dielectric is fully occupying the distance d. ആ ഒരു ഗ്യാപ്പിനെ കംപ്ലീറ്റ് ആയിട്ട് ഒക്യുപ്പൈ ചെയ്യുന്ന ഒരു ഡയലക്ട്രിക് ആണ് എന്ത് ചെയ്യുന്നത് അവിടെ ഇൻസേർട്ട് ചെയ്യുന്നത്. സി നൗ ദ ഡയലക്ട്രിക് ഈസ് ഇൻ ആൻ ഇലക്ട്രിക് ഫീൽഡ് വിച്ച് ഈസ് സിഗ്മ ബൈ എപ്സിലോൺ നോട്ട് ആണല്ലോ. സി നമ്മുടെ പ്ലേറ്റുകൾക്ക് ഇടയിൽ ഒരു ഇലക്ട്രിക് ഫീൽഡ് ഉണ്ട്. ബിറ്റ്വീൻ ദ പ്ലേറ്റ്സ് അറ്റ് ദ ഗ്യാപ്പ് there is an electric field which is sigma by epsilon naught. Dielectric is introduced between the plates means now the dielectric is in an external electric field of E naught. ഇപ്പോൾ നമ്മുടെ ഡയലക്ട്രിക് ഒരു ഇ നോട്ട് എന്ന് പറയുന്ന എക്സ്റ്റേണൽ ഇലക്ട്രിക് ഫീൽഡിലാണ്. സോ വാട്ട് ഹാപ്പൻസ് ദാറ്റ് വിൽ ബി പോളറൈസ്ഡ്. ഡൈപോൾസ് ആർ ഫോംഡ്. നെറ്റ് പോളറൈസേഷൻ, നെറ്റ് ഡൈപോൾ മൊമെന്റ് ഈസ് ക്രിയേറ്റഡ്, ഡെവലപ്ഡ്. അപ്പോൾ ഇതിനകത്തൊരു നെറ്റ് ഡൈപോൾ മൊമെന്റ് ഡെവലപ്പ് ചെയ്യുന്നു. വോളിയം ചാർജ് ഡെൻസിറ്റി വരില്ല, പകരം എ സർഫസ് ചാർജ് ഡെൻസിറ്റി plus sigma p and minus sigma p is developed at the surfaces of the dielectric. ആ ഡയലക്ട്രിക്കിന്റെ രണ്ട് സർഫസിലും ഒരു പ്ലസ് സിഗ്മ പിയും ഒരു മൈനസ് സിഗ്മ പിയും അങ്ങനെ രണ്ട് സർഫസ് ചാർജ് ഡെൻസിറ്റീസ് എന്ത് ചെയ്യും, ക്രിയേറ്റ് ചെയ്യപ്പെടും. സോ നമ്മുടെ കപ്പാസിറ്ററിനെ നോക്കിയേ. ഫോർ ദിസ് കപ്പാസിറ്റർ അതിന്റെ സർഫസ് ചാർജ് ഡെൻസിറ്റി സിഗ്മയും മൈനസ് സിഗ്മയും, അതിനോടൊപ്പം നമ്മുടെ ഈ ഡയലക്ട്രിക്കിന്റെ സർഫസ് ചാർജ് ഡെൻസിറ്റി പ്ലസ് സിഗ്മ പിയും മൈനസ് സിഗ്മ പിയും ഉണ്ട് നമ്മുടെ ഈ ഒരു കണ്ടീഷനിൽ അല്ലേ. നൗ ദ ഇലക്ട്രിക് ഫീൽഡ്, വാട്ട് അബൌട്ട് ദ ഇലക്ട്രിക് ഫീൽഡ്? നമുക്കറിയാം ഡയലക്ട്രിക്കിനെ സംബന്ധിച്ചിടത്തോളം അതിൽ ഡെവലപ്പ് ചെയ്ത സർഫസ് ചാർജ് ഡെൻസിറ്റി സിഗ്മ പി എന്ന് പറയുന്നത് ദാറ്റ് വിൽ ഓപ്പോസ് ദ എക്സ്റ്റേണൽ ഇലക്ട്രിക് ഫീൽഡ് ആണല്ലോ. സി നമ്മുടെ ഡയലക്ട്രിക്കിൽ ഇൻഡ്യൂസ് ചെയ്യപ്പെട്ട സർഫസ് ചാർജ് ഡെൻസിറ്റി ഈസ് ഇൻ ദ ഓപ്പോസിറ്റ് ഡിറക്ഷൻ ഓഫ് എക്സ്റ്റേണൽ ഫീൽഡ്. എക്സ്റ്റേണൽ ഫീൽഡിന്റെ ഓപ്പോസിറ്റ് ഡിറക്ഷൻ ആണ്. സോ ഹിയർ ദ ഇലക്ട്രിക് ഫീൽഡ് ഇൻ ദ ഡയലക്ട്രിക് കറസ്പോണ്ട്സ് ടു നെറ്റ് സർഫസ് ചാർജ് ഡെൻസിറ്റി. ഏതാ? സിഗ്മ മൈനസ് സിഗ്മ പി. അതായത് സിഗ്മ എന്ന് പറയുന്ന നമ്മുടെ പ്ലേറ്റിന്റെ സർഫസ് ചാർജ് ഡെൻസിറ്റി, അതാണ് ഇ നോട്ട് എന്ന് പറയുന്ന ഇലക്ട്രിക് ഫീൽഡ് പ്രൊഡ്യൂസ് ചെയ്തത്. അതിനെ ഓപ്പോസിംഗ് ആയിരിക്കും നമ്മുടെ സിഗ്മ പി എന്ന് പറഞ്ഞ ഇൻഡ്യൂസ് ചെയ്ത ഡയലക്ട്രിക്കിൽ ഇൻഡ്യൂസ് ചെയ്യപ്പെട്ട സർഫസ് ചാർജ്. സോ അതിന്റെ രണ്ടിന്റെയും കൂടെ റിസൾട്ടന്റിന് കറസ്പോണ്ട് ആയിട്ടുള്ളൊരു ഇലക്ട്രിക് ഫീൽഡ് ആയിരിക്കും അവിടെ ഡെവലപ്പ് ചെയ്യുക. ബിക്കോസ് ദോസ് ടു ആർ ഇൻ ഓപ്പോസിറ്റ് ഡിറക്ഷൻസ്. Sigma, the surface charge density of the capacitor plate, and sigma p, the surface charge density of the dielectric, induced surface charge density in the dielectric, are in opposite direction. So the net field corresponds to the resultant of sigma and sigma p, or sigma minus sigma p. ഒരു പ്ലസ് സിഗ്മ മൈനസ് സിഗ്മ പിയും ഉണ്ടാവും, ഒരു മൈനസ് സിഗ്മ മൈനസ് സിഗ്മ പിയും ഉണ്ടാവും. റൈറ്റ്? there will be a plus sigma minus sigma p and a minus sigma minus sigma p. So we can say the electric field in the dielectric corresponds to the net surface charge density of the plate, that is plus or minus sigma p. So what I said is the electric field in the dielectric is corresponding to a net surface charge density in the plate. Near the plate ഒരു net surface charge density വരുന്നു, അതിന് corresponding ആയിട്ടായിരിക്കും നമ്മുടെ electric field, and that net surface charge density is plus or minus sigma p. അങ്ങനെയാണെങ്കിൽ ഇലക്ട്രിക് ഫീൽഡ് നമുക്ക് എങ്ങനെ എഴുതാം? സി ദ ഇലക്ട്രിക് ഫീൽഡ് when the dielectric is introduced, ഡയലക്ട്രിക് ഇൻട്രൊഡ്യൂസ് ചെയ്തപ്പോൾ ഇലക്ട്രിക് ഫീൽഡ് ഈസ് ഈക്വൽ ടു, നമുക്കറിയാം ഇലക്ട്രിക് ഫീൽഡ് എന്താ? സിഗ്മ ബൈ എപ്സിലോൺ നോട്ട് ആണ്. ഇവിടെ എന്താ സിഗ്മ മൈനസ് സിഗ്മ പി. നമ്മൾ വാക്യൂം ആയിരുന്നപ്പോൾ ഈ നോട്ട് സിഗ്മ ബൈ എപ്സിലോൺ നോട്ട് എന്ന് എഴുതി. ഇവിടെ എന്താ സിഗ്മ? നമ്മുടെ ഡയലക്ട്രിക് ഇൻട്രൊഡ്യൂസ് ചെയ്തപ്പോൾ ഒരു നെറ്റ് സർഫസ് ചാർജ് ഡെൻസിറ്റി വന്നു. എത്രയാ? സിഗ്മ മൈനസ് സിഗ്മ പി. Therefore E is equal to sigma minus sigma p by epsilon naught. It is the electric field. Now the potential difference. We know the potential difference is electric field into distance. That is V is equal to E into D, which is equal to sigma minus sigma p by epsilon naught into D. So V is sigma minus sigma p by epsilon naught into D. ഇനി for linear dielectric നമ്മൾ പഠിച്ചു, linear dielectric ആണെങ്കിൽ that induced surface charge സിഗ്മ പി ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഇ നോട്ട് ആയിരിക്കും. അതായത് അത് കൊണ്ടുവച്ച അങ്ങനെ ഒരു പോളറൈസേഷൻ ഡെവലപ്പ് ചെയ്യാൻ കാരണമായ ഇലക്ട്രിക് ഫീൽഡിന് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആയിരിക്കും അതിൽ ഇൻഡ്യൂസ്ഡ് ആയിട്ടുള്ള സർഫസ് ചാർജ്. റൈറ്റ്? സോ ദ സർഫസ് ചാർജ് ഡെൻസിറ്റി ഇൻഡ്യൂസ്ഡ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദി എക്സ്റ്റേണൽ ഫീൽഡ്. സിഗ്മ പി ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഇ, ദാറ്റ് ഈസ് സിഗ്മ പി ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഇ നോട്ട്. ഇവിടെ ഏതാ എക്സ്റ്റേണൽ ഫീൽഡ്? ഇനീഷ്യലി ഉണ്ടായിരുന്ന ഫീൽഡ് ഏതാ? നമ്മുടെ കപ്പാസിറ്റർ പ്ലേറ്റിന്റെ ചാർജ് കാരണമുള്ള ഫീൽഡ്. റൈറ്റ്? സോ സിഗ്മ പി ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഇ നോട്ട്, ദാറ്റ് ഈസ് സിഗ്മ പി ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു സിഗ്മ ബൈ എപ്സിലോൺ നോട്ട്.
ഓർ നമുക്ക് പറയാം സിഗ്മ പി ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു സിഗ്മ ബൈ എപ്സിലോൺ നോട്ട് ആണെങ്കിൽ സിഗ്മ മൈനസ് സിഗ്മ പി ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു സിഗ്മ ആയിരിക്കും. നോക്കിയേ, സിഗ്മ പി ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു സിഗ്മ, എപ്സിലോൺ നോട്ട് കോൺസ്റ്റന്റ് ആണല്ലോ, സോ വി ക്യാൻ സേ സിഗ്മ പി ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു സിഗ്മ. അങ്ങനെയാണെങ്കിൽ സിഗ്മ മൈനസ് സിഗ്മ പി ഓൾസോ ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു സിഗ്മ. ദാറ്റ് ഈസ് സിഗ്മ മൈനസ് സിഗ്മ പി. ആ പ്രൊപ്പോർഷണാലിറ്റി സൈൻ മാറ്റാനായിട്ട് നമ്മളൊരു കോൺസ്റ്റന്റിനെ യൂസ് ചെയ്യും, 1/k, where k is a constant. So sigma minus sigma p is equal to 1/k into sigma, where 1/k is a constant or k is a constant which is greater than 1. 1-നേക്കാൾ greater ആയിട്ടുള്ള ഒരു കോൺസ്റ്റന്റ് ആണ് k. So here we write sigma minus sigma p is equal to sigma by k. Sigma minus sigma p is equal to സിഗ്മ ബൈ കെ. ഇവിടെ നമ്മൾ യൂസ് ചെയ്ത ബേസിക് ആയിട്ടുള്ള കാര്യം എന്താ? സർഫസ് ചാർജ് ഡെൻസിറ്റി, ഇൻഡ്യൂസ് ചെയ്യപ്പെട്ട സർഫസ് ചാർജ് ഡെൻസിറ്റി എന്ന് പറയുന്നത് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദ എക്സ്റ്റേണൽ ഫീൽഡ് ദാറ്റ് കോസസ് ദ പോളറൈസേഷൻ ആണ്. ഇവിടെ ഡൈഇലക്ട്രിക്കിനെ സംബന്ധിച്ചിടത്തോളം പോളറൈസേഷന് കോസ് ആയ ഇലക്ട്രിക് ഫീൽഡ് എന്ന് വെച്ചാൽ ഇ നോട്ട് ആണ്. ആ ഒരു കോൺസെപ്റ്റിൽ നിന്നാണ് നമുക്ക് ഈ ഒരു ഇക്വേഷൻ കിട്ടിയത്. ഏതാ? സിഗ്മ മൈനസ് സിഗ്മ പി ഇസ് ഈക്വൽ ടു സിഗ്മ ബൈ കെ. Now this value of sigma minus sigma p we can substitute in the expression of v. Then v becomes, v is equal to, actually we have it as sigma minus sigma p into d by epsilon naught. Here it becomes, instead of sigma minus sigma p we will give sigma by k. So v is equal to sigma by k into d by epsilon naught, that is sigma d by k epsilon naught, that is v. Now we know what is sigma. Surface charge density of our plate capacitor, parallel plate, that is sigma is equal to q by a, total charge per area. Sigma is equal to q by a, again sigma ke substitute ചെയ്താൽ v is equal to q by k epsilon naught a into d, that is qd by k epsilon naught into a, qd by k epsilon naught into a, that is v. So now the potential difference between the plates when dielectric is introduced, qd by k epsilon naught into a, qd the whole by k epsilon naught into a, that is v. Therefore the capacitance c is equal to q by v. Basic equation of the capacitance, c is equal to q by v, that is q by qd by k epsilon naught into a. q cancel ചെയ്തു, k epsilon naught a numeratoril പോയി. So c is equal to k epsilon naught a by d. C is equal to epsilon naught k into a by d. Epsilon naught k into a by d. That is the expression for capacitance C. Again, നമ്മുടെ ഈ epsilon naught into k. Epsilon naught is a constant, k is also a constant. Epsilon naught into k is equal to, it is another one constant which is related to a dielectric. Epsilon naught into k is equal to epsilon. Epsilon naught into k is equal to epsilon. It is the permittivity of the dielectric or the permittivity of the medium between the plates. Here the medium is our dielectric, right? So epsilon naught into k is epsilon. Epsilon is permittivity of the dielectric. So നമുക്ക് ഇവിടെ എങ്ങനെ മാറ്റി എഴുതാം? C is equal to epsilon a by d. Epsilon a by d. Capacitance എങ്ങനെ എഴുതാം? Epsilon a by d. Where epsilon is the permittivity of the dielectric between the plates, a is area of the plate, d is distance of separation. അപ്പോൾ റിയലി നമ്മുടെ കപ്പാസിറ്റൻസ് എന്തിനേക്ക് ഡിപ്പെൻഡ് ചെയ്യും? നേച്ചർ ഓഫ് ദ മീഡിയം ബിറ്റ്വീൻ ദ പ്ലേറ്റ്സ്, ഏരിയ ഓഫ് ദ പ്ലേറ്റ്സ് ആൻഡ് ദ ഡിസ്റ്റൻസ് ഓഫ് സെപ്പറേഷൻ. സോ ഫൈനലി കപ്പാസിറ്റൻസ് നമുക്ക് ഡയലക്ട്രിക് ഇൻട്രൊഡ്യൂസ് ചെയ്താൽ കപ്പാസിറ്റൻസ് ഈസ് എക്സ്പ്രസ്ഡ് ആസ് epsilon a by d. Now we write epsilon naught k is equal to epsilon. Therefore k is equal to epsilon by epsilon naught. K is equal to epsilon by epsilon naught. I told you k is a constant which is greater than 1. ആ k ക്ക് ഒരു സിഗ്നിഫിക്കൻസ് ഉണ്ട്, അതിലേക്കാണ് നമ്മൾ പോകുന്നത്. K is equal to epsilon by epsilon naught and this k is known as the dielectric constant. K is known as the dielectric constant or relative permittivity. K നമ്മൾ പറയും ഡയലക്ട്രിക് കോൺസ്റ്റന്റ് അല്ലെങ്കിൽ റിലേറ്റീവ് പെർമിറ്റിവിറ്റി എന്ന് പറയും. K is epsilon by epsilon naught. അങ്ങനെയാണെങ്കിൽ നമുക്ക് ആ കെയുടെ വാല്യൂ ഇൻ ടേംസ് ഓഫ് കപ്പാസിറ്റൻസ് എക്സ്പ്ലെയിൻ ചെയ്യാൻ ഇങ്ങനെ പറയാം. വി നോ ദാറ്റ് C is equal to K epsilon naught A by D. K epsilon naught A by D. ഇനി അവിടെ നോക്കിയേ, C is equal to epsilon naught A by D എന്താ?
നമ്മൾ ബിഗിനിങ്ങിൽ എഴുതിയ സി നോട്ട് ആണ്. അതായത് ഇഫ് ദർ ഈസ് വാക്വം ബിറ്റ്വീൻ ദ പ്ലേറ്റ്സ് ദ കപ്പാസിറ്റൻസ് ഈസ് എപ്സിലോൺ നോട്ട് എ ബൈ ഡി. സോ ഹിയർ എപ്സിലോൺ നോട്ട് എ ബൈ ഡിക്ക് പകരം സി നോട്ട് എന്ന് കൊടുത്താൽ സി ഈസ് ഈക്വൽ ടു കെ ഇൻറ്റു സി നോട്ട് ഓർ കെ ഈസ് ഈക്വൽ ടു സി ബൈ C naught. Dielectric constant is explained in this way also. എന്താണ്? It is the ratio of the capacitance of a parallel plate capacitor whenever there is dielectric, whenever there is vacuum. അതായത് ഡയലക്ട്രിക് പ്ലേസ് ചെയ്യുമ്പോഴുള്ള കപ്പാസിറ്റൻസും വാക്വം ആയിരിക്കുമ്പോഴുള്ള കപ്പാസിറ്റൻസും തമ്മിലുള്ള റേഷ്യോയാണ് എന്ത്? K. That is C by C naught which is equal to K. So the dielectric constant is the ratio of the capacitance whenever there is that dielectric to the capacitance when vacuum is there between the plates. That is K is equal to C by C naught. ഇനി നമുക്കറിയാം we took K greater than 1. I told you K is a constant whose value is greater than 1. Here that implies the value of K is greater than 1 implies the capacitance will be increased on adding a dielectric. See, C by C naught is greater than 1. C by C naught എന്ന് പറയുന്ന റേഷ്യോ greater than 1 ആണെന്ന് വെച്ചാൽ C is greater than C naught എന്നല്ലേ മീനിങ്? C is greater than C naught. So which shows the capacitance of a parallel plate capacitor increases on adding the dielectric. അപ്പോൾ ഒരു parallel plate കപ്പാസിറ്ററിനിടയിൽ parallel plate കപ്പാസിറ്ററിന്റെ പ്ലേറ്റുകൾക്കിടയിലേക്ക് ഒരു ഡയലക്ട്രിക് മീഡിയം ഇൻട്രൊഡ്യൂസ് ചെയ്താൽ its capacitance will increase. That it increases a K times the capacitance when vacuum. It increases by times which is equal to the dielectric constant of the medium. എത്രയാണോ ആ മീഡിയത്തിന്റെ ഡയലക്ട്രിക് കോൺസ്റ്റന്റ് അത്രയും ടൈംസ് എന്ത് ചെയ്യും? ഇൻക്രീസ് ചെയ്യും. കപ്പാസിറ്റൻസ് വിൽ ബി ഇൻക്രീസ്ഡ്. സോ C by C naught is equal to K. That's about the capacitance, how it is modified on introducing a dielectric medium between the plates. We know C naught, whenever there is vacuum between the plate, it is epsilon naught A by D. But see, when there comes a dielectric which is K epsilon naught A by D. So the capacitance will be increased by K times. That is how the capacitance value is modified on the introduction of dielectric between the plates of capacitor. So here discussed more lots of equations. All these equations are very very important. Especially C naught is equal to epsilon naught A by D. C is equal to K epsilon naught A by D. Also C by C naught is equal to K. Another one expression for K as epsilon by epsilon naught. Clear?